ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മേജേഴ്സ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ രാജീവ് ഇപ്പോൾ ഗൗരി തൻ്റെ മകളല്ല എന്നുള്ള കാര്യം സച്ചിയോട് പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ സച്ചി അതൊന്നും തന്നെ വിശ്വസിക്കുന്നില്ല. ശേഷം ഇപ്പോൾ ആരതിയുമായി വന്ന് സംസാരിക്കുന്നുണ്ട്. സച്ചി ആരതിക്ക് ഈ കാര്യം നേരത്തെ അറിയുന്നുണ്ടായിരുന്നു. എന്നാൽ ആരതിയും അത് പറയുന്നുണ്ട്. അതും സച്ചി വിശ്വസിക്കുന്നില്ല. എങ്ങനെയെങ്കിലും തന്നെയും തൻ്റെ മോളെയും തന്നിൽ നിന്നും അകറ്റാനാണ് അവർ ശ്രമിക്കുന്നത് എന്നാണ് സച്ചി പറയുന്നത്. സച്ചി ഒന്ന് സമാധാനപ്പെടുക, ഇത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ശാസ്ത്രീയമായി തെളിയിക്കാൻ നമുക്ക് എന്തെല്ലാം വഴികളുണ്ട് എന്നൊക്കെ ആരതി പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, അത് തന്നെയാണ് അയാളും പറയുന്നത്, ശാസ്ത്രീയമായി തെളിയിക്കും പോലും. ഉടനെ ആരതി ചോദിക്കുന്നുണ്ട്, അപ്പോൾ പിന്നെ എന്താണ് പ്രശ്നം? എന്തായാലും ഈ പ്രശ്നം നമ്മൾ വിചാരിക്കുന്നത് പോലെ അവസാനിക്കില്ല. എല്ലാ രഹസ്യങ്ങളും വെളിച്ചത്തായി. ഇനി അതൊന്നും അധികം ആരും അറിയാനില്ല. ഗൗരിമോൾ സച്ചിയുടെ കുഞ്ഞാണെങ്കിൽ ഇസബെല്ല പ്രസവിച്ച ഗൂഗിൾ സാറിൻ്റെ മകൾ എവിടെ പോയി? ഇത് കേട്ട് സച്ചി പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയില്ല, എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം അറിഞ്ഞാൽ മതി, അത് മാത്രം അറിഞ്ഞാൽ മതി എന്ന് സച്ചി. എന്തായാലും ഇതിൻ്റെ പിന്നിൽ എന്താണെന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ, എന്നിട്ട് തീരുമാനമെടുക്കാം എന്നൊക്കെ ആരതി പറയുന്നുണ്ട്. ഉടനെ സച്ചി പറയുന്നു, എൻ്റെ തീരുമാനം എന്തായാലും ഞാൻ എടുത്തു. ആശുപത്രിയിൽ നിന്നും ഗൗരിമോൾ തിരിച്ചു വന്നാലുടൻ തന്നെ അർച്ചനയും ഗൗരിയും ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. അത് തടയാൻ വരുന്ന ആരായാലും ഞാൻ വെച്ചേക്കില്ല എന്നും സച്ചി പറയുന്നു. ഇതെല്ലാം കേട്ട് ആരതി ഇപ്പോൾ വളരെയധികം ടെൻഷനോടെ നിൽക്കുന്നു. ശേഷം ഇപ്പോൾ ഗൗരിയാണ് കാണിക്കുന്നത്. അങ്ങനെ ഗൗരി ഇപ്പോൾ ഡോക്ടർ പരിശോധിക്കുകയാണ്. അർച്ചനയും ഗൂഗിളുമൊക്കെ കൂടെ തന്നെയുണ്ട്. മോൾക്ക് ഇപ്പോൾ എവിടെയാണ് വേദന ഉള്ളതെന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ ചുമയ്ക്കുമ്പോൾ ദാ ഇവിടെ ഏറ്റവും കൂടുതൽ വേദന എടുക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ഗൗരി പറയുന്നു. അതൊക്കെ ഡോക്ടർ മാറ്റിയെടുക്കാം, ആദ്യം മോള് ഡോക്ടർ പറയുന്നത് കേൾക്കണം. നാളെ ഒരു കുഞ്ഞ് സർജറി ഉണ്ട്, ഉറുമ്പ് കടിക്കുന്നത് പോലെ ഒരു വേദന ഉണ്ടാകുള്ളൂ, മോള് പേടിക്കരുത് എന്നൊക്കെ ഇങ്ങനെ ഡോക്ടർ പറയുന്നു. ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഗൗരി. അങ്ങനെ ഒരുവിധം ഡോക്ടർ ഇപ്പോൾ സർജറിക്ക് വേണ്ടി ഗൗരി മോളെ പറഞ്ഞ് സമ്മതിപ്പിക്കുന്നുണ്ട്. കൂടുതലും ഡോക്ടർ ഇപ്പോൾ ഗൗരിക്ക് ധൈര്യം കൊടുക്കുകയായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഗോകുലിനെയും അർച്ചനയും വിളിച്ച് ഡോക്ടർ സംസാരിക്കുന്നുണ്ട്. സർജറി നടക്കുമ്പോൾ മോളുടെ കോൺഫിഡൻസ് വളരെ പ്രധാനമാണ്, അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മോൾ സന്തോഷത്തോടെ ആയിരിക്കണം വരേണ്ടത് എന്ന് പറയുന്നു. ഇത് കേട്ട് അർച്ചന പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടെ പൊന്നുമോൾ മാത്രമേ ഉള്ളൂ. ഇത് കേട്ട് ഡോക്ടർ പറയുന്നുണ്ട്, ഇപ്പോഴുള്ളതിനേക്കാൾ ഊർജ്ജസ്വലയായ നിങ്ങളുടെ മകളെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമെന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ ഇപ്പോൾ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ഇപ്പോൾ അർച്ചനയും ഗൂഗിളും കൂടി വീണ്ടും ഗൗരിയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. അർച്ചന ഇപ്പോൾ ഗൗരിക്ക് മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട്. വീണ്ടും ചുമയ്ക്കുകയാണ് ഇപ്പോൾ ഗൗരി. ഇത് കണ്ടവർ രണ്ടുപേരും ടെൻഷൻ ആവുന്നുണ്ട്. അർച്ചന പറയുന്നുണ്ട്, പെട്ടെന്ന് തന്നെ ഡോക്ടറെ സിസ്റ്ററെ ആരെങ്കിലും വിളിക്കുക എന്ന് ഗൂഗിളിനോട് പറയുന്നു. അവർ രണ്ടുപേരും വളരെയധികം ടെൻഷനിലാണ്. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഗൗരിക്ക് അതും ആ ചുമ മാറുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അർച്ചന ഗൗരിയെ ഉറക്കുകയാണ്. ഗൂഗിളാണെങ്കിൽ അവിടെ നിന്ന് കരയുകയാണ്. അർച്ചന ചെന്ന് ഗൂഗിളിൻ്റെ കയ്യിൽ പിടിച്ച് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും മോളെ നോക്കി കരയുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് ഇപ്പോൾ രാജീവും സുഗതൻ മേനോനും കാഞ്ചനയും മലീലയും അവർ 4 പേരും കൂടി സന്ദീപിനെയും മൂർത്തിയെയും അറസ്റ്റ് ചെയ്തതിനെ പറ്റിയൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും അവന്തികയെ കൊടുക്കുക എന്നതാണ് അവരുടെ അടുത്ത പ്ലാൻ. ഒന്ന് കാണാതെ ഞാൻ മറ്റൊന്ന് ചെയ്യില്ല. അവർക്ക് ജാമ്യം കിട്ടുമെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഏത് രാമോഹനായാലും അനിരുദ്ധൻ കേസിൽ നിന്നും അവന്തികയെ രക്ഷപ്പെടാൻ സാധിക്കില്ല. ആ കേസ് ഫയൽ സൈൻ ചെയ്തിരിക്കുന്നത് രാജീവാണ്. രക്ഷപ്പെടാനുള്ള ഒരു പഴുതുപോലും വയ്ക്കാതെ തെളിവുകളും സാക്ഷികളും ഫോറൻസിക് റിപ്പോർട്ടുകളും മറ്റും സയൻറ്റിഫിക് എവിഡൻസും കോർത്ത് വെച്ചിട്ടുണ്ട്. അതൊന്നും കാണാതെ മുന്നോട്ട് പോകാൻ ഒരു കോടതിക്കും സാധിക്കില്ല. പിന്നെ സുഗതൻ മേനോനോട് പറയുന്നുണ്ട്, നിങ്ങൾ സൂക്ഷിക്കണമെന്ന്. കാഞ്ചനയും അമ്മയും നിങ്ങളും ഇപ്പോൾ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് രാജീവ് അവരോടായി പറയുന്നു. എന്ത് വില കൊടുത്തും അവർ നിങ്ങളെ ഇല്ലാതാക്കാൻ നോക്കും, അതുകൊണ്ട് സൂക്ഷിക്കണമെന്ന് രാജീവ് പറയുന്നു. എന്തായാലും 1 ഇഞ്ച് ഞാൻ പുറകിലോട്ടില്ല. സാറിനെ പോലൊരു പോലീസുകാരൻ കൂടെയുള്ളപ്പോൾ ഞാൻ എന്തിനു പേടിക്കണം? അതുമാത്രമല്ല, അനിരുദ്ധന് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യാൻ സാധിച്ചല്ലോ എന്നാണ് എൻ്റെ സമാധാനം എന്ന് സുഗതൻ മേനോൻ പറയുന്നു. കോടതിയിൽ നിന്ന് വിലങ്ങ് വെച്ച് അവളെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതുവരെ എല്ലാവരും ഒരുമിച്ചുണ്ടാക്കണമെന്ന് രാജീവ്. ഇനി അങ്ങോട്ട് ജീവൻ മരണ പോരാട്ടമാണ്, കോടതിക്കകത്തും പുറത്തും. അത് എല്ലാവർക്കും ഓർമ്മ വേണമെന്നും രാജീവ് അവരോട് പറയുന്നു. ഇതേ സമയം തന്നെ വീണ്ടും ഗൗരിയെ കാണിക്കുന്നു. ഗൗരിയുടെ തൊട്ടരികിൽ തന്നെ ഇരിക്കുന്നുണ്ട് അർച്ചന. ഗോകുൽ ഈ സമയം അവിടേക്ക് വരുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, താനൊന്ന് പോയി റെസ്റ്റ് എടുക്കുക, ഞാനിവിടെ ഇരുന്നോളാം എന്ന്. ഇത് കേട്ട് അർച്ചന പറയുന്നുണ്ട്, മോളുടെ സർജറി കഴിയാതെ എനിക്ക് ഉറക്കം വരില്ല എന്ന്. മോൾ കണ്ണു തുറന്നാൽ എന്നെ അന്വേഷിക്കും, അതുകൊണ്ട് ആ സമയത്ത് എന്നെ കണ്ടില്ലെങ്കിൽ അവൾ വല്ലാതാകും എന്നൊക്കെ അർച്ചന ഇങ്ങനെ ഗോകുലിനോട് പറയുന്നു. തൊട്ടരികിൽ തന്നെ ഗോകുൽ ഇങ്ങനെയെല്ലാം കേട്ടുകൊണ്ട് വളരെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് കമലയാണ്. കമലയ്ക്ക് അനഘ മരുന്ന് കൊടുക്കാനായി വന്നിട്ടുണ്ട്. അനഘ മരുന്ന് കൊടുത്തിട്ടൊന്നും തന്നെ കമല കഴിക്കുന്നില്ല. കമല പറയുന്നത്, എനിക്ക് എൻ്റെ മോള് തന്നാൽ മതി എന്നാണ്. ഇന്നലെ രാത്രി എനിക്ക് അച്ചുമോളല്ലേ മരുന്ന് തന്നത് എന്ന് കമല പറയുമ്പോൾ, എന്താ ഇപ്പോഴും മരുന്ന് കഴിക്കാൻ പ്രശ്നമാണോ എന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും കൂടി എൻ്റെ മകളെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്.
എൻ്റെ അച്ചു എവിടെ, എനിക്ക് അവളെ ഇപ്പോൾ കാണണം എന്ന് പറയുന്നുണ്ട് കമല. അങ്ങനെ ഇപ്പോൾ സച്ചി ആ മരുന്ന് വാങ്ങി എങ്ങനെയെങ്കിലും കമലയെ കഴിപ്പിക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ കമല പറയുന്നുണ്ട്, ഇന്നലെ രാത്രി അവൾ ഇവിടെ വന്ന് മരുന്ന് തന്നതല്ലേ, നീ ചെന്ന് അവളെ വിളിച്ചുകൊണ്ട് വാ, എന്നാലേ ഞാൻ മരുന്ന് കഴിക്കൂ എന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ് കമല. അമ്മ വിഷമിക്കാതെ, അമ്മയുടെ അർച്ചന മോളെ ഞാൻ കൊണ്ടുവരാം, ഇപ്പോൾ എന്തായാലും ഈ മരുന്ന് കഴിക്ക് എന്നൊക്കെ സച്ചി പറയുമ്പോൾ, സച്ചി നീ കള്ളം പറയുകയാണ്, നീ എൻ്റെ മോളെ കൊണ്ടുവരില്ല എന്നൊക്കെ കരഞ്ഞുകൊണ്ട് കമല പറയുന്നു. അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു ഒരുവിധം അർച്ചനയെ കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞ് കമലയെ കൊണ്ട് മരുന്ന് കഴിപ്പിച്ചിരിക്കുകയാണ്. നീ ഇപ്പോൾ തന്നെ എൻ്റെ മോളെ കൊണ്ടുവരില്ലേ എന്ന് കമല ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ കൊണ്ടുവരാം, അമ്മ ഇപ്പോൾ റെസ്റ്റ് എടുക്കുക എന്നൊക്കെ സച്ചി പറയുന്നു. അവൾ വരും, എൻ്റെ മോൻ അവളെ പോയി കൊണ്ടുവരും എന്നൊക്കെ ഇങ്ങനെ സ്വയം ഇങ്ങനെ വെറുതെ പിറുപിറുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കമല. ശേഷം കാണിക്കുന്നത് അവന്തികയുടെ വീട്ടിലേക്ക് ഇപ്പോൾ രാജീവ് എത്തിയിരിക്കുകയാണ്. രാജീവിനെ കണ്ടതും അവന്തിക ഒന്ന് ഞെട്ടി. എന്നെ കണ്ടപ്പോൾ ഒന്ന് ഞെട്ടിയല്ലേ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ മേഡത്തിൻ്റെ എന്നും ഒരു നല്ല സുഹൃത്താണ്, ഒന്നുമില്ലെങ്കിലും നമ്മൾ തമ്മിൽ പഴയൊരു ഇടപാടില്ലേ എന്നൊക്കെ ഇങ്ങനെ രാജീവ് ചോദിക്കുന്നു. അങ്ങനെ അത് പറഞ്ഞ് രാജീവ് ഇപ്പോൾ അവിടെ ആ ഒരു സോഫയിൽ കയറി കാലുമേ കാലും വെച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. ഉടനെ അവന്തിക ചോദിക്കുന്നുണ്ട്, നമ്മൾ തമ്മിൽ എന്തിടപാടാണുള്ളത് എന്ന്. അന്ന് സാറിന് എഴുതുന്ന ഒരു കടലാസിൻ്റെ പേരിലാണോ? അതിനൊരു വിലയും ഇല്ലെന്നുള്ളത് സാറിന് ഇത്രയും കാലമായി മനസ്സിലായില്ലേ എന്ന് അവന്തിക. പണ്ട് എനിക്ക് എഴുതുന്ന ഷെയറിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഈ വീടിന് എന്ത് വില വരും എന്ന് ചോദിക്കുന്നുണ്ട് രാജീവ്. സാറെന്താ റിയൽ എസ്റ്റേറ്റ് കച്ചവടം തുടങ്ങിയോ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ രാജീവ് പറയുന്നുണ്ട്, റിയൽ എസ്റ്റേറ്റ് അല്ല, പക്ഷേ ഞാൻ വേറൊരു കച്ചവടത്തിൻ്റെ കാര്യം പറയാനാണ് വന്നത്. ആ കച്ചവടത്തിൻ്റെ മുതലാളി നിങ്ങളായിരുന്നല്ലോ എന്നും രാജീവ് ചോദിക്കുന്നു. അനാവശ്യമായി നിങ്ങളോട് സംസാരിച്ച് സമയം കളയാൻ എനിക്ക് ആവില്ല, എത്രയും പെട്ടെന്ന് വന്നതുപോലെ തന്നെ തിരിച്ചു പോകുന്നതായിരിക്കും സാറിന് നല്ലത് എന്ന് അവന്തിക പറയുന്നുണ്ട്. ഞാനൊരു കേസിൻ്റെ കാര്യം പറയാനാണ് വന്നതെന്ന് രാജീവ് പറയുമ്പോൾ, അമ്മാവിൻ്റെ കേസിൻ്റെ കാര്യമല്ലേ, സുഗതൻ മേനോൻ നിങ്ങളുടെ ആയുധമാണോ എന്ന് ഞാൻ അന്നേ സംശയിച്ചിരുന്നു എന്ന് അവന്തിക. അത് അമ്മാവിൻ്റെ കേസല്ലല്ലോ, അതെൻ്റെ കേസാണ്. അന്നൊരു ദിവസം രാത്രി ഞാൻ ജീപ്പിൽ വരുമ്പോൾ എന്നെ കുറച്ച് ഗുണ്ടകൾ ചേർന്ന് വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചില്ലേ, അന്ന് ഈ കേസ് ഞാൻ വീണ്ടും റീഓപ്പൺ ചെയ്തതാണ്. അതൊന്ന് അന്വേഷിക്കാമെന്ന് വിചാരിച്ചു എന്നൊക്കെ രാജീവ് പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട്, സാറിനെ ആരെങ്കിലും കൊല്ലാൻ ശ്രമിച്ചുവെങ്കിൽ അത് സാറിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടായിരിക്കും. മറ്റുള്ളവരെ ദ്രോഹിക്കുമ്പോൾ എപ്പോഴെങ്കിലും തിരിച്ചു കിട്ടുമെന്ന് ഓർക്കണം. അതും ഞാനുമായിട്ട് എന്താണ് ബന്ധം എന്നൊക്കെ ഇങ്ങനെ അവന്തിക ചോദിക്കുമ്പോൾ, ബന്ധമുള്ളത് കൊണ്ടും തെളിഞ്ഞതുകൊണ്ടുമാണല്ലോ ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്. കഴിഞ്ഞ ദിവസം കൊലക്കേസിൽ പ്രതികളായ 2 പേരെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് അവർ പറഞ്ഞത്, അന്ന് 2-3 പേര് എന്നെ കൊല്ലാൻ നോക്കിയത് മൂർത്തി പറഞ്ഞിട്ടാണെന്ന്. മൂർത്തി എന്നെ കൊല്ലാൻ പറഞ്ഞെങ്കിലും അവനെക്കൊണ്ടത് ചെയ്യിപ്പിച്ചത് നിങ്ങളല്ലേ, അത് അന്വേഷിക്കാനാണ് ഞാൻ വന്നത്. എന്തിനായിരുന്നു മേഡം മൂർത്തിയെ കൊണ്ട് അന്ന് എന്നെ കൊല്ലാൻ ശ്രമിച്ചത് എന്നൊക്കെ രാജീവ് ചോദിക്കുന്നു. ഈ സമയം ഹലോ അങ്കിൾ എന്ന് പറഞ്ഞുകൊണ്ട് ചിപ്പി ഇപ്പോൾ അവിടേക്ക് വരുന്നുണ്ട്. ഞാൻ മോളെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അന്ന് മോളെ ഹോസ്പിറ്റലിലേക്ക് വന്നപ്പോൾ ഗൗരിമോളെ കാണാൻ സാധിച്ചില്ലല്ലോ, ഇനി എപ്പോൾ വേണമെങ്കിലും മോൾക്ക് ഗൗരിമോളെ വന്ന് കാണാം എന്ന് രാജീവ് ചിപ്പിയോട് പറയുമ്പോൾ, അമ്മേ നമുക്ക് അങ്കിളിൻ്റെ കൂടെ ആശുപത്രിയിലേക്ക് പോയി ഗൗരിമോളെ കാണാമെന്ന് ചിപ്പി അവന്തികയോട് ചോദിക്കുന്നുണ്ട്. എന്തായാലും അതിപ്പോൾ വേണ്ട, നമുക്ക് പിന്നെ പോയി കാണാമെന്ന് പറഞ്ഞ് ചിപ്പിയെ സമാധാനിപ്പിക്കുകയാണ് അവന്തിക. അങ്ങനെ ഇപ്പോൾ ചിപ്പി അകത്തേക്ക് പോകുന്നു. അവന്തിക മേഡത്തിന് ഇപ്പോൾ മൊത്തത്തിൽ കഷ്ടകാലമാണ്. അനിരുദ്ധൻ കേസിൽ ശിക്ഷിക്കപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ നെല്ലിശ്ശേരി കേസിൽ ഇപ്പോഴുള്ള സമ്പത്ത് മുഴുവനും പോകും. ചിലപ്പോൾ ഈ വീട് പോലും പോയെന്നിരിക്കും. അതുകൂടാതെ ഇപ്പോൾ എന്നെ കൊല്ലാൻ ശ്രമിച്ച കേസ്, അതിൻ്റെ കൂടെ മോളെ നഷ്ടപ്പെട്ടാൽ അത് മേഡത്തിന് താങ്ങാൻ സാധിക്കുമോ എന്നൊക്കെ രാജീവ് ചോദിക്കുമ്പോൾ, നിങ്ങളെന്താ ഈ പറയുന്നത്? മോളെ നഷ്ടപ്പെടുമെന്നോ? ഞാൻ എന്തും സഹിക്കും, എൻ്റെ മോളെ വെച്ച് കളിച്ചാൽ അവന്തികയുടെ വിശ്വരൂപം നിങ്ങൾ കാണും എന്നൊക്കെ ദേഷ്യത്തോടെ ഇപ്പോൾ അവന്തിക പറയുന്നുണ്ട്. ആ പാവം കുഞ്ഞിനെ വെച്ച് ഞാനൊരു ഗെയിമും കളിക്കാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ അതിൻ്റെ യഥാർത്ഥ അവകാശി അധികം താമസിയാതെ നിങ്ങളെ അന്വേഷിച്ചു വരും അവളെ കൊണ്ടുപോകാൻ എന്നൊക്കെ രാജീവ് പറയുമ്പോൾ, അവൾക്ക് ഒരു അവകാശികളുമില്ല, എല്ലാ നിയമ നടപടികളും പൂർത്തിയാക്കിയിട്ടാണ് ഞാൻ അവളെ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്നൊക്കെ അവന്തിക പറയുമ്പോൾ, നിങ്ങൾക്ക് അവിടെ തെറ്റി. ചിപ്പിമോളുടെ യഥാർത്ഥ അമ്മയും അച്ഛനും ജീവനോടെയുണ്ട്, പക്ഷേ അവർക്കറിയില്ല കുഞ്ഞ് ആരുടെ കയ്യിലാണുള്ളതെന്ന്. അതറിയാവുന്നത് എനിക്ക് മാത്രമാണ്. എല്ലാം നഷ്ടപ്പെടുന്നതിനോടൊപ്പം ജീവനെപ്പോലെ നിങ്ങൾ സ്നേഹിക്കുന്ന ഈ കുഞ്ഞും നിങ്ങൾക്ക് നഷ്ടപ്പെടും എന്ന് പറയുകയാണ് രാജീവ്. നിങ്ങൾ എത്ര നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയെന്ന് പറഞ്ഞാലും അവരുടെ അവകാശിക്ക് നിങ്ങൾ ആ കുഞ്ഞിനെ തിരിച്ചു കൊടുത്തേ മതിയാകൂ. ഇനിയൊരിക്കൽ കൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ചിപ്പിമോളുടെ യഥാർത്ഥ അച്ഛനും അമ്മയും എൻ്റെ കൂടെയുണ്ടാകും, അത് മറക്കണ്ട എന്നൊക്കെ രാജീവ് പറയുന്നു. ഇതെല്ലാം കേട്ട് വളരെയധികം ടെൻഷനോടെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ അവന്തിക. ചിപ്പിമോൾക്ക് യഥാർത്ഥ അവകാശികളോ? ഇല്ല, അവളുടെ അമ്മയും അച്ഛനും ഞാനാണ്, വേറെ ആരും അവളുടെ മേൽ അവകാശം സ്ഥാപിച്ചു വരാൻ ഞാൻ സമ്മതിക്കില്ല. എൻ്റെ മോളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് അവന്തിക. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.